അതിനുവേണ്ടി ശിവക്കുട്ടി മരിക്കാൻ ഒരിക്കലും ഞാൻ പറയില്ല. അവൾ എന്നും ജീവിച്ചിരിക്കാനേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ. മണിക്കുട്ട, നിനക്കെങ്കിലും ഇങ്ങനെ പറയാൻ തോന്നിയല്ലോ. മനസ്സുകൊണ്ട് ഈശ്വരനെ മുറുകെ പിടിക്കുമോനെ. നിന്നെ സാക്ഷാൽ മൂകാംബി അമ്മയും മഹാദേവനും കാത്തുകൊള്ളും. ഇവളുടെ പരീക്ഷണഘട്ടം ഇനിയും കഴിഞ്ഞിട്ടില്ല ദേവൂട്ടി. ഇനിയും തീവ്രമായ പരീക്ഷണങ്ങളെ നേരിടാനുണ്ട് ശിവപ്രിയയ്ക്ക്. ശത്രുക്കളിൽ നിന്ന് ശിവപ്രിയയെ രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അനിവാര്യമായ വിധിയിൽ നിന്ന് ഇവളെ രക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് എന്നെ സന്ദേഹപ്പെടുത്തുന്നത്. ജാതകവിധി പ്രകാരം ശിവപ്രിയയ്ക്കിനി മണിക്കൂറുകളുടെ ആയുസ്സേ ബാക്കിയുള്ളൂ. മരണത്തിൽ നിന്ന് അമ്മയുടെയും മഹാദേവന്റെയും ഈ പ്രിയപ്പെട്ട ഭക്തയെ രക്ഷിക്കാൻ പറ്റണേന്നാ ഇപ്പൊ എന്റെ പ്രാർത്ഥന. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ശിവപ്രിയ മരണത്തിന് കീഴടങ്ങാതിരിക്കണമെങ്കിൽ സാക്ഷാൽ മഹാദേവൻ തന്നെ മനസ്സ് വെക്കണം. ആരും എന്നെ ഓർത്ത് വിഷമിക്കണ്ട. എന്റെ വിധി ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. അതിലെനിക്ക് സങ്കടമോ നിരാശയോ ഇല്ല. സന്തോഷത്തോടെ എല്ലാരും എന്നെ യാത്ര അയക്കുക. ഒരമ്മയ്ക്കും സ്വന്തം കുഞ്ഞിനെ അങ്ങനെ സന്തോഷത്തോടെ യാത്ര അയക്കാൻ പറ്റില്ല. സ്വന്തം മടിത്തട്ടിൽ മക്കൾ സുരക്ഷിതരായിരിക്കാനേ അമ്മ ആഗ്രഹിക്കുള്ളൂ. മഹാദേവ, എനിക്കിവൾ മകളെ പോലെ പ്രിയപ്പെട്ടവളാണെന്ന് അങ്ങേക്കറിയില്ലേ? ഈ ജീവൻ നിലനിർത്തി ഈ ഭക്തെ അനുഗ്രഹിക്കൂ കാലാന്തകനായ ശങ്കര. ഉമയാ സഹ മമ ചേതസി യമ ശാസന നിവസൻ. ശിവശങ്കര ശിവശങ്കര എന്റെ ഉപാസനാമൂർത്തികളെ, വിജയത്തിന്റെ പടിവാതിക്കലെത്തി പരാജയപ്പെട്ടുപോയ ഒരു പരീക്ഷയായി ഈ ഘോരം മാറിയല്ലോ. ഇല്ല, ഈ തോൽവി ഞാൻ അംഗീകരിക്കില്ല. ഞാൻ തോൽക്കില്ല. ഈ ഉഗ്രസേന മരണം വരെയും ദേവശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടം തുടരും.
അതിനുവേണ്ടി ഇനി മന്ത്രതന്ത്ര വിധികൾ ഒന്നേന്ന് ആരംഭിക്കണമെങ്കിൽ ഈ ഉഗ്രസേന അഖാര അതും ചെയ്യും.